نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين. أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനും സർവ്വ പരിപാലകനും മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി തന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, സാന്ദർഭികമായി പരിശുദ്ധ ഹജ്ജോടനുബന്ധിച്ച് വിശ്വാസികൾ എന്ന നിലക്ക് മനസ്സിരുത്തേണ്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങളാണ് എത്രയും പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആലോചിക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല മനസ്സോടെ, നല്ല ഉണർവോടുകൂടി, ഉന്മേഷത്തോടെ ഉണർന്നിരുന്ന് സംസാരങ്ങൾ കേൾക്കാൻ, നസീഹത്തുകൾ കേൾക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്കറിയാം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 5-ാം സ്ഥാനം അലങ്കരിക്കുന്നതാണ് ഹജ്ജ്. ഹജ്ജ് എന്തിനാ ചെയ്യുന്നത്? മുസ്ലിമായി മരിക്കാനാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളുടെ ആത്യന്തിക ലക്ഷ്യതാണ്. അതിന്റെ കാര്യത്തിൽ കൃത്യതയും കണിശതയും ഉള്ളവനെ മുസ്ലിമായി മരിക്കാൻ പറ്റുള്ളൂ. നമ്മളെ പ്രാർത്ഥന എന്താ? തവഫന മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹ് മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മരിപ്പിക്കണേ. ഈ പ്രാർത്ഥന എത്ര കാലങ്ങളായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൃത്യതയിലേക്ക് നമ്മൾ വരേണ്ടത് എന്തുകൊണ്ടാണ്? മുസ്ലിമായി മരിക്കാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൃത്യതയിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ മുസ്ലിമായി മരിക്കാൻ പറ്റും. എല്ലാവരും ഉഷാറായിരിക്കട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കൃത്യതയില്ലാത്തവൻ മുസ്ലിമല്ല. സഹോദരാ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്തവൻ മുസ്ലിമല്ല. സക്കാത്ത് കൃത്യമായി കൊടുക്കാത്തവൻ മുസ്ലിമല്ല. നോമ്പ് പുണ്യമാക്ക പരിശുദ്ധ റമളാൻ സമാഗതമായിട്ട് ഒരു സഹോദരൻ കൃത്യമായി നോമ്പ് നോൽക്കുന്നില്ലെങ്കിൽ മുസ്ലിമല്ല. അതുപോലെ തന്നെ സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്. ഒരു മുസ്ലിം സഹോദരൻ ഹജ്ജ് നിർവഹിക്കാതെയാണോ മരിക്കുന്നതെങ്കിൽ സുഹൃത്തെ, മുസ്ലിമല്ലാതെ മരിക്കേണ്ടി വരും. അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് നൽകി, ഒരാൾക്ക് അള്ളാഹ് ആരോഗ്യം നൽകി. എന്നാ കുറച്ചങ്ങ് കഴിഞ്ഞോട്ടെ, വയസ്സങ്ങ് മുന്നോട്ട് പോയിക്കോട്ടെ, ഒരു 55 കഴിഞ്ഞോട്ടെ, നല്ല ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജ് ചെയ്തു വന്ന് പിന്നെ ഹജ്ജ് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം കാഴ്ചവെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ചില ആളുകളുടെ ഭാഷ അങ്ങനെയാണ്. ഇപ്പത്തന്നെ ഹജ്ജ് ചെയ്താൽ നന്നാകേണ്ടി വരുമല്ലോ, കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ എന്നാ. സുഹൃത്തെ, ആർക്കറിയാം എപ്പം മരിക്കുമെന്ന്? കഴിഞ്ഞ വർഷം ഹജ്ജിനു വേണ്ടി നമ്മുടെ ഇടത്തനാട്ടുകരയിൽ നിന്ന് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി ഹജ്ജ് യാത്ര പറയാൻ പോയ ബഹുമാനായ TP റഫീഖ് മാഷ്, സുഹൃത്തെ, ഹജ്ജ് കർമ്മം പൂർത്തിയാക്കാതെ ഖബറിലേക്കല്ലേ റഹ്മാനായ റബ്ബ് 1-ാമത്തെ വീട്ടിലേക്ക് അദ്ദേഹത്തെ വിളിച്ചില്ലേ? അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഹജ്ജിന്റെ കൂലി അദ്ദേഹത്തിന് അള്ളാഹു നൽകുമാറാകട്ടെ. പറഞ്ഞു വന്ന എന്താണെന്നോ, മുസ്ലിമായി മരിക്കണോ, ഹജ്ജ് നിർവഹിക്കണം. സമ്പത്തുള്ളൊരു സഹോദരൻ, ഇപ്പൊ ചില ആളുകൾ പറയും എന്റെ കയ്യിൽ പൈസയില്ല, 1 ഏക്കർ സ്ഥലമുണ്ടോ നിന്റെ പേരിലെങ്കിൽ 10 സെന്റ് വിറ്റ് നീയും നിന്റെ ഭാര്യയും ഹജ്ജിന് പോകണം. അതാണ് ഒരു മുസ്ലിം നിർവഹിക്കേണ്ടത്.
ആരോഗ്യം ക്ഷയിച്ചതിന് ശേഷം നിർവഹിക്കേണ്ട കർമ്മമല്ല പ്രിയപ്പെട്ടവരെ ഹജ്ജ്. നല്ല ചുറുചുറുക്കുള്ള സമയത്ത് നിർവഹിക്കേണ്ട ഇബാദത്താണ് ഹജ്ജ്. എണീക്കാൻ വയ്യ, നടക്കാൻ വയ്യ, മകനും മകളും പിടിച്ച് താങ്ങി താങ്ങി കൊണ്ടുപോയി നടത്തേണ്ട ഇബാദത്തല്ല ഹജ്ജ്. ദുൽഹിജ്ജ 7 മുതൽ അല്ലെങ്കിൽ ദുൽഹിജ്ജ 8 മുതൽ സഹോദരാ ദുൽഹിജ്ജ 13 വരെ മീനയിലങ്ങ് പോയി അറഫയിലൂടെ യാത്രയായി മുസ്ദലിഫയിലൂടെ തിരിച്ചു വന്ന് ജംറാത്തിൽ കല്ലെറിഞ്ഞ് ഇഫാള തവാഫും സഈന്റെ തവാഫും ഒരു ഹാജിക്ക് നിർവഹിക്കണമോ അവന് നല്ല മണ്ണം ആരോഗ്യം വേണം. അതുകൊണ്ടാണ് ഹജ്ജിന്റെ കാര്യം പറഞ്ഞെടുത്ത് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. ആ പരിശുദ്ധ ഗേഹത്തിൽ ലക്ഷ്യം വെച്ചിറങ്ങണം. ആ കഅബയിലെത്തി ലക്ഷ്യം വെച്ചിറങ്ങൽ മനുഷ്യരെ നിങ്ങളുടെ മേൽ ബാധ്യതയാണ്. മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. സമ്പത്ത് നിന്റെ കൈകളിലുണ്ടോ, ആരോഗ്യമുണ്ടോ നിർവഹിക്കണം. ഒരാൾക്ക് നല്ല സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, അവൻ അല്പകാലം ഇങ്ങനെ കുറച്ച് അടുത്ത വർഷമാകട്ടെ തൊട്ടടുത്ത വർഷമാകട്ടെ അങ്ങനെ അങ്ങനെ നീണ്ടുപോയി, പിന്നെ ആരോഗ്യം ക്ഷയിച്ചു, അവൻ ഹജ്ജ് നിർവഹിക്കാതെ മരിച്ചുപോയാൽ മുസ്ലിം അല്ലാതെ മരിക്കേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സംസാരം കേൾക്കുന്നവരെ, ഈ ഖുത്ബ കേൾക്കുന്നവരിൽ ഹജ്ജ് ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ട്. ഹജ്ജിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ. ചെയ്യാത്തവർ ഗൗരവത്തോടെ ആലോചിച്ചോ. എന്തായിരുന്നാലും നിർബന്ധമായി നമ്മൾ ഹജ്ജ് നിർവഹിക്കണം. ഗവൺമെന്റിൽ പോയിക്കോ, കുറച്ച് പൈസ കുറവുണ്ടാകും. പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും ഹജ്ജ് നിർവഹിക്കണം, എങ്ങനെങ്കിലും ഹജ്ജ് നിർവഹിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു തഅജ്ജലൂ ഇലൽ ഹജ്ജി, ഹജ്ജിനായി നിങ്ങൾ ധൃതി കാണിക്കണം. ഫഇന്നകും ലാ തദ്രീ മാദാ യുഹദസ്, നാളെ എന്ത് സംഭവിക്കും എന്ന് പറയാൻ സാധ്യമല്ല. നാളെന്ത് സംഭവിക്കും അറിയില്ല സുഹൃത്തേ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഹജ്ജിന്റെ സീസണിലെത്തിയും പറഞ്ഞൊരു വാക്കെന്താണെന്നോ, മുത്തറസൂലിന്റെ ശേഷം ഖിലാഫത്തിൽ വന്ന ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് ഹമംതു, ഞാൻ ഉദ്ദേശിച്ചു ഹജ്ജിന്റെ സമയത്ത് ഹജ്ജിന് പോകാതെ എവിടെയൊക്കെ ആളുകളുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ വിടാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഫല്യദ്രിബു അലൈഹിമുൽ ജസിയ, ഓൽക്കാൻ ഫൈൻ ഈടാക്കും. ഇസ്ലാമിക ഭരണത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഹജ്ജിന് പോകാൻ സമ്പത്തുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും പോകാത്ത സുഹൃത്തിനെ ഞാൻ ഫൈൻ ഈടാക്കുകയും മാഹും മുസ്ലിമീൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാ, അവരാരും മുസ്ലിങ്ങളല്ല, അവരൊന്നും മുസ്ലിം ഗണത്തിൽ ഉൾപ്പെട്ടവരല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവമാണിത്. പരിശുദ്ധ ഗേഹത്തെ ലക്ഷ്യമാക്കി ഇറങ്ങൽ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതാണ് ഞാൻ ഓതി കേൾപ്പിച്ച, അതാണ് ഞാൻ നിങ്ങളുടെ ആമുഖമായി ഓതിയ ഒരു ആയത്തിൽ, ഇബ്രാഹിം ഹജ്ജ് സൂറത്തിൽ വദൂഹിയത്തുമായി ബന്ധപ്പെട്ട ആയത്താണ്. ഞാൻ ആയത്ത് ഓതിയല്ലോ, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. അതിന്റെ ബാക്കി എന്താ, വമൻ കഫറ, അള്ളാന്റെ കൽപ്പനകൾ ആരും നിരാകരിച്ചോ, അവഗണിച്ചോ, ഫഇന്നല്ലാഹു വനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹ് അവരിൽ നിന്ന് ധന്യനാകുന്നു. സിംഗപ്പൂരിലേക്ക് പോയിട്ടുണ്ട്, മലേഷ്യയിലേക്ക് പോയിട്ടുണ്ട്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ടൂർ പോയിട്ടുണ്ട്, ചൈനയിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ ഹറമിലേക്ക് പോകാത്ത എത്രയോ സഹോദരങ്ങൾ നമ്മുടെ അറിവിലുണ്ട്. ലോകമൊക്കെ ചുറ്റിക്കറങ്ങുന്നു, പക്ഷേ പരിശുദ്ധ കഅബയിലേക്ക് ലോകത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഒന്നാമതായി ഉണ്ടാക്കി ഇന്ന ഔവല ബൈത്തിൻ ഉദിയ ലിന്നാസി അല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാതും ബയ്യിനാത് മഖാം ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിനാ വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചെന്നോ, ഹജ്ജ് ചെയ്യാത്തവർ ഈ കൂട്ടത്തിലുണ്ടാകും. എത്രയും പെട്ടെന്ന് ഗൗരവത്തോടെ ആലോചിച്ചോ, തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയിക്കോ. ഹജ്ജ് ചെയ്തവർ ഹജ്ജിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. പുണ്യകരമായ ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് പറ്റിയാൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, പുണ്യകരമായ ഹജ്ജിനുള്ള കൂലി എന്താ? സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ. അത്രയും ശ്രമകരമായ ഒരു ഇബാദത്താണ് ഹജ്ജ്, അത്രയും ശ്രമകരമായ ഒരു ഇബാദത്താണ് ഹജ്ജ്. അതുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങൾക്കും ഇങ്ങനത്തെ ഒരു ഓഫർ ഇല്ല. പുണ്യകരമായ ഒരു ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ ലൈസ ലഹു ജസാഉ ഇല്ലൽ ജന്ന, അവൻ അള്ളാഹ്ക്ക് നൽകാനുള്ള ഓഫർ എന്താ? സ്വർഗ്ഗമാണ്. കയൗമിൻ, മറ്റൊരു ഹദീസിൽ കയൗമിൻ വലതുഹു ഉമ്മുഹു, ജനിച്ചു പറന്നു വീണ കുഞ്ഞിന്റെ പരിശുദ്ധിയായി തീരുന്നു. എന്തുമാത്രം റാഹത്തായ ഒരവസ്ഥയാണെന്നോ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ സിട്ടാവിന്റെ വിധിവിലക്കുള്ളവരനുസരിക്കാൻ ഒരുക്കുണ്ടോ എന്ന് കൃത്യമായെടുത്തോ ഒരു പരിശോധനയാണ്. ചിലയിടത്ത് ഓടണം, ചിലയിടത്ത് ഹാജി ഓടണം.
ചിലയിടത്ത് ചില വേഷങ്ങൾ മാത്രമേ ധരിക്കാവൂ. ഇഹ്റാമിൽ ധരിച്ച ഹാജി, ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന ഹാജി ഒരു ഉടുതുണി മേൽമുണ്ട് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. പുരുഷന്മാർ ഒരു ഡ്രസ്, അണ്ടർവെയറോ അതുപോലെ തന്നെ അടിവസ്ത്രങ്ങളോ ധരിക്കാൻ പാടില്ല. അത് അള്ളാന്റെ കൽപ്പനയാണ്. അങ്ങനെ ഹാജി മരിച്ചാൽ ആ 2 കഷ്ണം തുണിയിൽ തന്നെയാണ് ഹാജി അടക്കം ചെയ്യപ്പെടുന്നത്. മൂന്നാമതൊരു തുണി എടുക്കൂല. നമ്മളൊക്കെ മരിച്ചാൽ 3 തുണിയിലാണല്ലോ അടക്കം ചെയ്യാം. ഇഹ്റാമിൽ ഒരു ഹാജി മരിച്ചാൽ ആ 2 കഷ്ണം തുണിയിൽ തന്നെ പ്രിയപ്പെട്ടവരെ അടക്കം ചെയ്യും. ഇഹ്റാമിൽ പ്രവേശിച്ച് ഓരോരോ കർമ്മങ്ങളും കൃത്യമായി നമ്മൾ പരിശോധിക്കുമ്പോ റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകളെ കൃത്യമായി അനുധാവനം ചെയ്യുകയാണ്. ഇത് ഖാലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹ്ക്ക് കീഴൊതുങ്ങണമെന്ന് പറയുമ്പോ കീഴൊതുങ്ങാണ്. അള്ളാഹ് പറഞ്ഞതൊക്കെ അനുസരിക്കുക അല്ലേ? ഹജ്ജിന്റെ കർമ്മം നോക്ക്. തവാഫിനിടക്ക് ഒരു 3 ചുവടുവെപ്പിൽ ഹാജി ഒന്ന് സ്പീഡിൽ നടക്കണം. സുഹൃത്തേ, സഅയിന്റെ സമയത്ത് പച്ചലൈറ്റുള്ളയിടത്തും ഓടണം. അറഫയിൽ ഹാജി നിന്ന് പ്രാർത്ഥിക്കണം. ളുഹർ മുതൽ അസ്തമയശോഭമായും വരേക്കും ഹാജി പ്രാർത്ഥിക്കണം. സുഹൃത്തേ, മുസ്ദലിഫയിൽ ഇബാദത്ത് എന്താ? കിടന്നുറങ്ങലാണ്. മുസ്ദലിഫയിൽ ഇബാദത്ത് എന്താ? കിടന്നുറങ്ങലാണ്. മിനയിൽ എന്താ? സുഹൃത്തേ, മിനയിലാണ് ഹാജി 4 ദിവസം കഴിച്ചു കൂട്ടേണ്ടത്. ദുൽഹിജ്ജ 8 മിനയിലാണ്, 11 മിനയിലാണ്, 12 ദുൽഹിജ്ജ 12 13 മിനയിലാണ്. അവിടെ എന്താ ഹാജിക്കുള്ള ഏർപ്പാട്? സുഹൃത്തേ, ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളുമാണ്. 4 റക്അത്ത് നമസ്കാരമുണ്ട്. എന്നേ 2 നിസ്കരിക്കാവൂ. അല്ലാഹ് സമയമുണ്ടല്ലോ, ഇഷ്ടം പോലെ സമയല്ലേ സഹോദര. മുസ്ദലിഫയിൽ മിനയിൽ ഒരിക്കലും ഹാജിക്ക് സുന്നത്ത് നിസ്കാരമില്ല. എന്തേ? അള്ളാന്റെ റസൂൽ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഹബീബായ പ്രവാചകൻ അങ്ങനെയാണ് പഠിപ്പിച്ചത്. മിനയിൽ കഴിയുന്ന ഹാജി ളുഹറിന്റെ സമയത്ത് 2 ളുഹർ നമസ്കരിക്കണം, അസറിന്റെ സമയത്ത് 2 നമസ്കരിക്കണം. എന്നാ കസ്റായി നിസ്കരിക്കാൻ പറ്റൂല. മിനയിൽ ഇത്രയും ആളുകൾ ഒന്നിച്ചു കൂടുമ്പോ ഒളുവെടുക്കാൻ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ബാത്റൂം സൗകര്യം ഒരൽപ്പം പരിമിതമായിരിക്കും. എങ്കിലും ഹാജി അങ്ങനെ നിർവഹിക്കാവൂ. എന്തേ? അള്ളാന്റെ കൽപ്പനകൾ അനുസരിക്കലാണ്. സുഹൃത്തെ, 11 12 13 10 70 കല്ലെറിയണം ഹാജി. ജംറാത്തിൽ കല്ലെറിയണം. എന്തേ? റബ്ബിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച ദിവസമാണോ ഹജ്ജ് വരുന്നെങ്കിൽ ഹാജിക്ക് വെള്ളിയില്ല. പെരുന്നാൾ ദിവസം ഹാജിക്ക് പെരുന്നാളില്ല. അതിലേറെ വലിയൊരു കർമ്മമാണ് ഹാജി നിർവഹിക്കുന്നത്. സുഹൃത്തെ, അത് വല്ലാത്തൊരു മാധുര്യമാണ്. അള്ളാഹുവോടുള്ള വല്ലാത്തൊരു അടുപ്പമാണത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജ് നിർവഹിക്കാൻ എത്രയും പെട്ടെന്ന് സാധിക്കാത്തവർ നീയത്ത് വെച്ചോ എന്ന് ഒരാൾക്ക് ഇങ്ങനെ ആലോചിക്കും. ഇങ്ങനെ കേൾക്കും, കുറച്ചവനെ എനിക്ക് അറഫയിൽ പോകണല്ലോ, മുസ്ദലിഫയിൽ പോകണല്ലോ, മിനയിൽ കഴിച്ചു കൂട്ടണല്ലോ എന്നൊരു മനസ്സുണ്ടാകും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. എനിക്കൊന്നും ഇപ്പൊ കൂട്ടിയാ കൂടൂല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണ്ടാവും. കൂട്ടിയാ കൂടും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമാണ്. റബ്ബേ, എനിക്കൊന്ന് പരിശുദ്ധ കഅബയിലേക്ക് പോകാൻ, ഹജ്ജ് നിർവഹിക്കാൻ സമ്പത്ത് നൽകണേ, ആരോഗ്യം നൽകണേ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? ദുആ ചെയ്യണം. റഹ്മാനായ റബ്ബ് നമുക്കതിന് തൗഫീക്ക് നൽകും. എന്നാ ആപ്പിയും അങ്ങനെ പ്രാർത്ഥിച്ചു. വാപ്പാക്കും ഉമ്മാക്കും മരിക്കുന്നത് വരെ സാമ്പത്തികം അനുവദിച്ചില്ലെങ്കിലോ, മക്കളായിട്ട് സമ്പത്ത് അനുവദിച്ചാലോ, ആ മക്കൾ ആ വാപ്പാക്കും വേണ്ടി ഹജ്ജ് നിർവഹിച്ചാൽ അത് സ്വീകരിക്കും. എന്നാൽ മരിക്കുന്നത് വരേക്കും വാപ്പ അങ്ങനത്തെ ചിന്തയുണ്ടായിട്ടില്ല, ഹജ്ജിനെ പറ്റി ആലോചന ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു ഈമാനികമായ മനസ്സ് ആ സുഹൃത്തിനില്ല, ആ വാപ്പാക്കില്ല. പിന്നെ വാപ്പ മരിച്ചതിന് ശേഷം മക്കൾ നിർവഹിച്ചിട്ട് കാര്യമില്ല. സമ്പത്ത് ഇല്ലാത്തൊരു മനുഷ്യൻ പ്രാർത്ഥിക്കണം പടച്ചോനെ അവസരം കൊണ്ടായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താണെന്നോ, ഹജ്ജ് മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് വലിയ വലിയ ഇരുത്തം വന്ന പണ്ഡിതന്മാരെയും ഒരാൾ മരിച്ചു എന്നറിഞ്ഞ അയാളെ പറ്റി അന്വേഷിക്കുക, ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. എന്തേ? മുസ്ലിമായൊരു മനുഷ്യൻ സമ്പത്തും ആരോഗ്യം ഉണ്ടായിട്ട് ഹജ്ജ് നിർവഹിച്ചില്ലെങ്കിൽ മുസ്ലിമല്ല. നമ്മുടെ പ്രാർത്ഥന എന്താ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമല്ലാതെ റബ്ബേ മരിപ്പിക്കല്ല. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പോകുന്ന ഹാജിമാർ അവിടെ ഹജ്ജിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് അറിവ് നടത്തണം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഹജ്ജ് ഏതാ? ഏറ്റവും അറിവ് നടത്തുന്ന ഹജ്ജാണ്, ഏറ്റവും തെൽബിയത്ത് ചെല്ലുന്ന ഹജ്ജാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹജ്ജ് അങ്ങനെ. കൂടുതൽ തെൽബിയത്ത് എപ്പോഴേ ചെല്ലാൻ പറ്റൂ? ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഹാജിക്ക് മാത്രമേ തെൽബിയത്ത് ചെല്ലാൻ പറ്റൂ. ഇപ്പം ഇരുന്നിട്ട് 10 തെൽബിയത്ത് ചെല്ലാൻ പറ്റുമോ? പറ്റൂല. 10 സ്വലാത്ത് അല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് 10 സ്വലാത്ത് അല്ല, തെൽബിയത്ത് ചെല്ലാൻ പറ്റുമോ? തെൽബിയത്ത് ഇഹ്റാമിൽ മാത്രമേ ചെല്ലാൻ പറ്റൂ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ
വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. വിശ്വാസികളെ, തൗഹീദിന്റെ പ്രഖ്യാപനമാണത്. ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഹജ്ജ്, തൽബിയത്ത് കൂടുതൽ ചെല്ലുന്ന ഹജ്ജാണ്. അതോടൊപ്പം തന്നെ അറിവ് നടത്തുന്ന ഹജ്ജാണ്. ഹജ്ജിന് പോകുന്ന ഹാജിമാർ നിങ്ങളുടെ ഹജ്ജിന്റെ പൂർണ്ണതയ്ക്കു വേണ്ടി, തമത്വമായ ഹാജിമാർ അറിവ് നടത്തണം, ഖിറാനായ ഹാജിമാർ അറിവ് നടത്തണം. എന്നാൽ ഇഫ്രാദായ ഹാജിമാർ അറിവ് നടത്തേണ്ടതില്ല. ഹജ്ജിന് മാത്രം ഇഹ്റാമിൽ വരുന്ന വേഗം ഹജ്ജ് നിർവഹിച്ചു പോകുന്ന തമത്വമായ ഹാജിമാരാണ് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ഹാജിമാർ. തമത്വമായ ഹജ്ജ് എന്താ? തമത്വ എന്ന അറബിന്റെ വാക്കുന്ന സുഖം അനുഭവിക്കുന്ന ഹജ്ജ്. ഹജ്ജിന്റെ മാസത്തിൽ മീഖാത്തിലൂടെ പോയി ഇഹ്റാം നിർവഹിച്ച് ഹജ്ജ് കഴിഞ്ഞ് തഹല്ലുലായി സാധാ വേഷത്തിലൊക്കെ മാറി കുറച്ചു കാലം അവിടെ സുഖസുന്ദരമായി മക്കയിൽ കഴിച്ചുകൂട്ടുന്നു. പിന്നെ ഹജ്ജിന്റെ സമയമാകുമ്പോ എവിടെയാണോ താമസിക്കുന്നതെങ്കിൽ അവിടുന്ന് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, ഹജ്ജിന് ഇഹ്റാം നിർവഹിച്ചു ഹജ്ജിലേക്ക് ഇങ്ങനെ പോകാൻ. വല്ലാത്തൊരു ലോകമാണ് പ്രിയപ്പെട്ടവരേത്. ഞാൻ പറഞ്ഞെന്താണെന്നോ, ഇതിങ്ങനെ കേൾക്കുമ്പോ ഉംറ നിർവഹിച്ചവരാണ് ഈ കൂട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളും. എന്നാൽ ഹജ്ജ് നിർവഹിക്കാത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. സമ്പത്ത് അനുവദിച്ചവർ എത്രയും പെട്ടെന്ന് ആലോചിച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ. ഹജ്ജിന് പോകുന്ന ഹാജിമാർ അവിടെ അറവ് നടത്തുമ്പോ, ഹജ്ജിന് പോകാത്ത ഈ വർഷം ഈ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രബലമായൊരു സുന്നത്തിന്റെ കാര്യം സൂചിപ്പിക്കുകയാണ്. ഒളിഹിയത്തറുക്കണം എല്ലാവരും. ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി, സുഹൃത്തേ, ഒരെണ്ണ തറുക്കണം. അതെന്താ? ത്യാഗമാണ്, അർപ്പണ മനോഭാവമാണ്. ഇബ്രാഹിം നബിയുടെ മനസ്സാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇസ്മായിൽ നബിയുടെ മനസ്സാണ് അവിടെ നമ്മൾ വായിക്കേണ്ടത്. കാത്തിരുന്ന് കിട്ടിയ കുട്ടിയെ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി അറക്കാൻ മുമ്പ് കൽപ്പിക്കുകയാണ്. അല്ലെ, നിങ്ങൾ ആലോചിച്ചോക്ക. ഇബ്രാഹിം നബി കുട്ടി ഉണ്ടാകണപ്പോഴാ 90 ചില്ലാനും വയസ്സിലാ കുട്ടി ഉണ്ടാകും. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും, ഇബ്രാഹിം നബിക്ക് ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയും വാർദ്ധക്യത്തിന്റെ അവശതയിലാണ് ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹ് എനിക്കൊരു കുഞ്ഞിനെ നൽകണേ. അവരൊക്കെ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കുക, തരുന്ന കുട്ടി പടച്ചോനെ സ്വാലിഹാകണം. കുട്ടിനെ കൊണ്ടാന്നല്ല, അല്ലാഹ് എനിക്കൊരു കുഞ്ഞിനെ നീ നൽകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളും അങ്ങനെ ദുആ ചെയ്യണം. കുട്ടിണ്ടായി കുരുത്തക്കേടിലേക്ക് ഇങ്ങനെ പോകുമ്പോ സ്വാലിഹാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പടച്ചോനെ എനിക്കൊരു കുഞ്ഞു തരുന്നുവെങ്കിൽ സ്വാലിഹിനെ നൽകണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് അമ്പിയാക്കൾ. ഇബ്രാഹിം പ്രാർത്ഥിച്ചു, അല്ലാഹ് എനിക്കൊരു കുഞ്ഞിനെ തരണേ. വാർദ്ധക്യത്തിന്റെ അവശതയിലാണ്. സുഹൃത്തെ, മലക്ക് വന്ന് ഇബ്രാഹിം നബിയും മഹദിയായ ഹാജറാബി ഇങ്ങനെ ഇരിക്കുമ്പോ മനുഷ്യരൂപത്തിൽ മലക്ക് വന്നിട്ട് കുഞ്ഞ് ജനിക്കാൻ പോകുന്നുവെന്ന വിവരം അറിയിക്കുന്നു. സദസ്സിൽ ഒരു ഭാര്യ അവിടെ അനക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നു. മനുഷ്യരൂപത്തിലാണ് മലക്കുകൾ വീട്ടിൽ വന്നത്. ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരം അറിയിക്കാൻ നിയോഗിച്ച മലക്കുകളെ പോണ വഴിയിൽ ഈ ഒരു വിവരം കൂടി അറിയിക്കാൻ വേണ്ടി ഇബ്രാഹിം നബിന്റെ വീട്ടിലേക്ക് വരാൻ. അള്ളാന്റെ ഖുർആനിലെ ആയത്തുകളുടെ അർത്ഥമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മഹദിയായ ഹാജറാവി, അലിദോ, ഞാൻ പ്രസവിക്കുകയോ, ഈ വയസ്സായി എനിക്കൊരു കുട്ടി ഉണ്ടാകേ. പ്രിയപ്പെട്ടവരെ, അത്ഭുതപ്പെട്ട ഈ വാർദ്ധക്യത്തിന്റെ ചുക്കിച്ചുളിവിൽ എങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടാകും കുട്ടി ഉണ്ടാകും? ആ സമയത്ത് മലക്ക് പറഞ്ഞു, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല, നടക്കും. അങ്ങനെ സഹോദരങ്ങളെ, കുഞ്ഞു ജനിക്കുന്നു, ഇസ്മായിൽ നബി ഉണ്ടാകുന്നു, ഇസ്ഹാഖ് നബി ഉണ്ടാകുന്നു. വിശ്വാസികളെ, പരീക്ഷണങ്ങളിലൂടെയാണ് ഇബ്രാഹിം നബിയുടെ മുന്നോട്ടുള്ള പോക്ക്. ഈ ചോരക്കുഞ്ഞിനെ മക്കയിൽ കൊണ്ടുപോയിടാൻ അള്ളാന്റെ കൽപ്പന വരുന്നു. ആ കുഞ്ഞിങ്ങനെ വലുതായി വാപ്പയെ സഹായിക്കാൻ പറ്റുന്ന ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോ മറ്റൊരു പരീക്ഷണം. ഇബ്രാഹിം, നിന്റെ കുഞ്ഞിനെ നീ ഇറക്കണം. സുഹൃത്തുക്കളെ, ആ കുഞ്ഞ് തന്റെ കൂടെ ഇങ്ങനെ നടക്കാനായപ്പോ അള്ള പറയാണ്, എന്റെ കുട്ടിനെ നീ ഇറക്കണം. അതെന്താ? ഒരു കുട്ടിനെ, ഒരു മനുഷ്യനെ അറുക്കുക എന്നതല്ല ഉദ്ദേശിച്ചു. അള്ളാഹ് ഉദ്ദേശിച്ചത് എന്താണോ? ഇബ്രാഹിമിന് ഇങ്ങനെ കാത്തിരുന്ന് കിട്ടിയ കുട്ടിയോടാണോ സ്നേഹം, അതോ അള്ളാന്റെ കൽപ്പനകളോടാണോ? അവിടെയാണ് പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അള്ളാഹു നോക്കുന്നത്. കാത്തിരുന്ന് കിട്ടിയ കുട്ടിയോടാണോ ഇബ്രാഹിമിന് സ്നേഹം, അതോ അള്ളാഹുവിന്റെ കൽപ്പനയോടാണോ? അള്ളാഹ് നിന്റെ കൽപ്പനക്ക് മുമ്പിൽ എന്റെ പ്രിയപ്പെട്ട മോൻ എനിക്ക് വലുതല്ല. അള്ളാഹ് നിന്റെ ഇഷ്ടത്തിനു വേണ്ടി എന്റെ മോനെ അറുത്തു മാറ്റാൻ ഞാൻ എടുക്കമാണ്. ഉണർന്നു നീറ്റ് വരുന്ന മോനോട് വാപ്പ ചോദിച്ചു, മോനെ, നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. നിന്റെ അഭിപ്രായം എന്താണ് മോനെ? വല്ലാത്തൊരു അനുസരണമുള്ള കുട്ടി. അള്ളാന്റെ കൽപ്പന എന്താണോ നിങ്ങൾ നടപ്പാക്കണം. ഉപ്പാ, നിങ്ങളെ ആ കൃത്യം നിർവഹിക്കണം, നിങ്ങൾ നടത്തോളി. വിശ്വാസികളെ, അതാണ് ഉളുഹിയ്യത്ത്. കൊണ്ടാണ് റസൂലുള്ളാഹി ചോദിച്ചു, മാ അദില്ലാഹി യാ റസൂലുള്ളാഹ്, എന്താ ഉളുഹിയ്യത്ത്?
അതുകൊണ്ട് എല്ലാരും തീരുമാനിച്ചു, ഈ ഖുത്ബ കേൾക്കുന്നവർ, ഈ വർഷം ഞാൻ ഉളുഹിയ്യത്ത് അറുക്കും. ഒരെണ്ണത്തറുക്കാൻ പറ്റുമെങ്കിൽ അറുക്കണം പ്രിയപ്പെട്ടവരെ. അത് നാളെയാണ് ഉളുഹിയ്യത്തെങ്കിൽ, പെരുന്നാളെങ്കിൽ 2 ദിവസം മുമ്പ് ചന്തയിൽ പോയിട്ട് എണ്ണം കൊണ്ടുവന്ന് അറുക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരു കൊല്ലായിട്ടെങ്കിൽ ഇസ്മായിൽ നബി വളർത്തി വെക്കാനേ, എന്നിട്ട് അതിനെ അറുക്കുമ്പോ വല്ലാത്തൊരിതുണ്ടാവും. ചില ആളുകളൊക്കെ അങ്ങനെയുണ്ട്, ഒരു കൊല്ലായിട്ട് ഒരു എണ്ണത്തെ വാങ്ങി അതിന് വളർത്തി വെള്ളം കൊടുത്ത് വൈക്കോല് കൊടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി, അതൊരു വല്ലാത്തൊരു വൈകാരികതയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനത്തെ ആളുകളുണ്ട്. സാധിക്കുന്നവർ അങ്ങനെ ചെയ്യണം. അല്ലാത്തവർ, ഞാൻ പറയട്ടെ, എന്തായിരുന്നാലും ഈ ഒരു പുണ്യകർമ്മത്തിൽ ഭാഗവാക്കാകണം. അത്രയും പുണ്യമാണ്, അത്രയും പ്രതിഫലമാണ്. റസൂൽ പറഞ്ഞു, ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു, ഒരെണ്ണത്തറുക്കണം. സാധ്യമല്ലേ സുഹൃത്തെ? 3 ആൾക്കൊന്നിലാവാം, 7 ആളുകൾക്ക് ഷെയറാവാം, 7 ആളുകൾക്ക് വരെ ഷെയറാവാം. അതുകൊണ്ട് ഈ ഖുത്ബ കേൾക്കുന്നവർ എന്തായിരുന്നാലും സുഹൃത്തുക്കളെ, ഈ വർഷം അതിന് അവസരം നമുക്ക് കിട്ടി, അടുത്ത വർഷം കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ വർഷം നമ്മോടൊപ്പമുള്ള ഈ ബലിപെരുന്നാളിൽ നമ്മോടൊപ്പം സന്തോഷത്തിൽ ഭാഗവാക്കായവർ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്നില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, മൻ കാന ലഹു സആ, ഒരാൾക്ക് അല്ലാഹു സാമ്പത്തികമായ വിശാലം നൽകി, കൊല്ലത്തിൽ ഒരു ഷെയർ കൂടാണെങ്കിൽ ചിലപ്പോൾ ഒരു 15 റുപ്യ വരുള്ളൂ. എണ്ണത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് 3 ആളാണെങ്കിൽ ഷെയർ ചെയ്യുക, 7 ആളാണെങ്കിൽ 5 ആളാണെങ്കിൽ ഷെയർ ചെയ്യുമ്പോ ചിലപ്പോൾ ഒരു 15 റുപ്യക്ക് ഒരാൾക്ക് വരുള്ളൂ. ഒരു കൊല്ലത്തിലെ സുഹൃത്തെ ഒരു 15 രൂപ ഉണ്ടാക്കാൻ സാധിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും ഈ കൂട്ടത്തിൽ. അത് ഉണ്ടാക്കണം. അതാണ് ഉളുഹിയ്യത്ത്. ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരുനാൾ എന്ന് പറഞ്ഞ് വലിയൊരുനാളല്ല, ബലി പെരുന്നാളാണ്. അദ്ഹ ഉളുഹിയ്യത്തിന്റെ പെരുന്നാളാണ് സഹോദരങ്ങളെ. ബലി പെരുന്നാൾ ഞാൻ ഒതുക്കേൽപ്പിച്ചില്ലേ ആയത്ത്. അതുകൊണ്ട് നല്ല ചുറുചുറുക്കുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല എണ്ണത്തെ അറുക്കണം. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് പ്രിയപ്പെട്ടവരെ. എല്ലാ ജീവികളോടും കരുണ കാണിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം അള്ളാന്റെ വൃത്തിക്ക് വേണ്ടി എണ്ണത്തെ അറുക്കാൻ ആവശ്യപ്പെടുകയാണ്. അല്ലേ? എല്ലാ ജീവികളോടും കരുണ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. ഒരു ആടിനെ ഒരാളിങ്ങനെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന റസൂലുള്ളാഹി കാണാം. ചെവിയെ പിടിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന റസൂലുള്ളാഹി പറയാം, അതിന്റെ ചെവി വിട് സുഹൃത്തെ, വേറെ എവിടെയെങ്കിലും പിടിക്കുകയെ വിഷമിപ്പിക്കല്ലേ. അള്ളാന്റെ റസൂലിന്റെ ഇടപെടലാണ്. ഒരു സഹോദരൻ, ഒരു സഹാബി കുറച്ച് പക്ഷിക്കുഞ്ഞുങ്ങളെ റസൂലുള്ളാഹിക്ക് സന്തോഷത്തിനായി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അതിൽ തള്ളപ്പക്ഷി ഇങ്ങനെ പാരി പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, സുഹൃത്തെ, വല്ലാത്തൊരു മനസ്സാട്ടോ നിനക്ക്. പച്ചക്കരലുള്ള സകല ജീവികളോടും കരുണ കാണിക്കണമെന്ന മതമാണ് ഇസ്ലാം. ഈ വേഗ കുട്ടികളെ അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയിടാൻ അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഈ കാരുണ്യത്തിന്റെ മതം അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി എണ്ണത്തെ അറുക്കാൻ ആവശ്യപ്പെടും. ഈ അറുക്കണ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കോഴിനറുക്കുകയാണെങ്കിൽ, ഒരു ഉരുവിനറുക്കുകയാണെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇറക്കണം. മൂർച്ചയില്ലാത്തവണ്ണം ഇങ്ങനെ മൂറുന്നതിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് അള്ളാന്റെ റസൂലിന്റെ നിർദ്ദേശമാണ് പ്രിയപ്പെട്ടവരെ. എന്നാ ഒന്നിനോടുള്ള സ്നേഹം ആരാധനയിലേക്ക് എത്താനും പാടില്ല. അതിന് ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ചിലതിനോടുള്ള ഇഷ്ടം അതിനെ ദൈവമാക്കുന്ന ഒരവസ്ഥയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കണം. അത് മനുഷ്യനാണെങ്കിൽ മനുഷ്യനെ ബഹുമാനിച്ച് പടച്ചവനാക്കുന്ന അവസ്ഥ പാടില്ല. അതാക്കുന്നത് കൊണ്ടാണ് മനുഷ്യ ദൈവങ്ങൾ നമ്മുടെ ലോകത്തിൽ പെറ്റുപെരുകുന്നത്. ജീവികളോടും ഒക്കെ അള്ളാന്റെ സൃഷ്ടികളാണ്. ഇവിടുത്തെ എല്ലാ ഉരുക്കളും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. നമുക്കായി അള്ളാഹു സൃഷ്ടിച്ച ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലെ സകലതും നമുക്കായിട്ടാണ് റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉളുഹിയ്യത്തിന്റെ യഥാർത്ഥ ഇഖ്ലാസ് നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ മനസ്സിലേക്കാണ് റഹ്മാനായ റബ്ബ് നോക്കുന്നത്. അത് കൃത്യമായി അർപ്പണ മനോഭാവമാണ്. ഈ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി ഇപ്പോഴും മിനയിൽ പോയ ആളുകൾ അറിയാം. ഉംറക്ക് പോകുന്ന ആളുകൾ മിനയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി കൊണ്ടുപോയ ഒരു സ്ഥലം കറക്റ്റ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മകനേറ്റ് ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് ആ മകൻ പറഞ്ഞൊരു വാക്കുണ്ട് ചരിത്രത്തിൽ. വിശ്വാസികളെ, മോൻ പറയാണ്, നിങ്ങൾ ഈ ഒരു കർമ്മം നിർവഹിക്കാതിരിക്കല്ലേ, നിങ്ങൾ എന്നെ അറുക്കാതിരിക്കരുത്. നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കൃത്യത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ നിങ്ങൾ ഒരുക്കമാകും. ഈ മോൻ പറയാണ്, നിങ്ങൾ നിർവഹിക്കണം. അള്ളാന്റെ ഖുർആൻ അവിടെ ഇടപെട്ട് നോക്കാം. ഈ കുഞ്ഞിനെ ഫലമ്മാ തല്ലഹു ലിൽ ജബീൻ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചോ, ഉളുഹിയ്യത്ത് അറുക്കാൻ നിയ്യത്ത് വെക്കാൻ പോകുന്നവരെ, ഈ മനസ്സാണ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ആ മോന്റെ കഴുത്തിൽ കത്തി വെക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പോകുമ്പോ മോപ്പാനോട് പറയുന്നു, നിങ്ങൾക്ക് എന്റെ കണ്ണിലേക്ക് നോക്കുമ്പോ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് അറുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ചിരിച്ചു കിടത്തണം.
പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബിന്റെ കൽപ്പനയല്ലേ ശിരസാ വഹിക്കാൻ തീരുമാനിച്ച ഇബ്രാഹിം നബി തന്റെ കുഞ്ഞുമോന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ റഹ്മാനായ റബ്ബ് വിളിച്ചു, വനാദീനാഹു അൻയാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയാ. ഇബ്രാഹിം, നിന്റെ സത്യം നീ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുന്നു. നിന്റെ മോനെ നീ അറുക്കണ്ട. നീ അറുത്തതിന് തുല്യമായി അതിന് പകരം ഒരാടിനറുക്കാൻ റഹ്മാനായ റബ്ബിന്റെ കൽപ്പന വരികയാണ്. അതാണ് പ്രിയപ്പെട്ട ഉളുഹിയ്യത്ത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞ് നബിയോട് ചോദിക്കാം, ആദിൽ അല്ലാഹി യാ റസൂലുള്ളാഹ്, എന്താ നബി ഉളുഹിയ്യത്ത്? സുന്നത്ത്, നിങ്ങൾ ഇബ്രാഹിം നബിന്റെ സുന്നത്താണ്. എന്താ ഞങ്ങൾക്ക് അതുകൊണ്ട് കിട്ടുക? നിങ്ങൾ അറുക്കുന്ന ഉരുവിന്റെ ഓരോരോ രോമത്തിന് പോലും ഹസന, ഓരോരോ രോമത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്നാണ്. അതുകൊണ്ട് ഹജ്ജിന്റെ സമയമായതുകൊണ്ട് ഹജ്ജിന് പോകാത്തവർ എത്രയും പെട്ടെന്ന് ആ വിഷയത്തെ പറ്റി ആലോചിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹജ്ജ് ചെയ്യുന്ന ഹാജിമാർ അവരുടെ ഹജ്ജിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് അറവും ബാക്കിയുള്ള കർമ്മങ്ങളുമായി അവിടെ മുന്നോട്ട് പോകുമ്പോൾ ഹജ്ജിന് പോകാത്ത നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നതോടനുബന്ധിച്ച് ഉളുഹിയ്യത്തിൽ ഭാഗവാക്കാകണം. എല്ലാവരും ഭാഗവാക്കാകണം. അതിനുള്ള ആലോചനകളും പ്രാർത്ഥനകളും മനസ്സുമായി പ്രിയപ്പെട്ടവരെയും മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. മാ ബഅദ്. അയ്യുഹന്നാസു ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നു പോലെ നിങ്ങളെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ഓതിയ ആയത്തിന്റെ അർത്ഥം യനാലല്ല, അള്ളാഹ്ക്ക് കിട്ടൂല. ലുഹൂമുഹങ്ങൾ അറക്കുന്ന എണ്ണത്തിന്റെ ഇറച്ചി അങ്ങോട്ട് പോകൂല. വലാ ദിമാഹ, രക്തം അങ്ങോട്ട് പോകൂല. കിട്ടെന്താ? വലാക്കിൻ യനാലു തഖ്വ. നിങ്ങളെ മനസ്സിക്കാൻ നോക്കണം. വല്ലാത്തൊരു വാക്കാട്ടത്. ആരെയും കാണിക്കാൻ വേണ്ടി എന്തും ചെയ്തിട്ട് കാര്യമില്ല സുഹൃത്തുക്കളെ. അത് വെറും അധ്വാനമായി അവശേഷിക്കും. ഇപ്പൊ ഈ ജുമാക്ക് ഇങ്ങോട്ട് വന്നു നല്ല മനസ്സോടെ, പടച്ചോനെ ഞാൻ മുസ്ലിമാണ്, എന്റെ ഒരു ബാധ്യതയാണ് ജുമഅക്ക് വരൽ. അല്ലെ, ആ ഒരു നീയത്തോടു കൂടി രാവിലെ തന്നെ വെള്ളിയാഴ്ച നേരം എടുക്കുമ്പോൾ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിൽ ഈ വെള്ളി എന്നൊരു മാനസികാവസ്ഥ ഉണ്ടായോ? നിങ്ങൾ രാവിലെ മുതലേ ഇബാദത്തിലാണ്. ഇന്ന് രാവിലെ എണീക്കുമ്പോ തന്നെ അൽഹംദുലില്ലാഹ്, ഇന്നൊരു വെള്ളിയാഴ്ചയാണല്ലോ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണല്ലോ, എനിക്കിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അള്ളാഹിനോടൊന്ന് പറയണം. പറഞ്ഞോ ആരെങ്കിലും? നിങ്ങളൊക്കെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളുണ്ട്. രോഗികളായ ആളുകൾ ഈ കൂട്ടത്തുണ്ട്. വെള്ളിയാഴ്ച ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ. വെള്ളിയാഴ്ച ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. എനിക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, റബ്ബിനോടൊന്ന് പറയണം. പറഞ്ഞോ നമ്മൾ? അല്ലേ, ജുമഅക്ക് വന്നു, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തുന്നു. വന്ന ഉടൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഞാനിപ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചു, 2-3 ആളുകൾ ഇനി പുറത്ത് നിസ്കരിച്ചോന്നറിയില്ല, നിസ്കരിക്കാതിരുന്നു. പുറത്ത് നിസ്കരിച്ചോന്നറിയില്ല, അവിടുന്ന് സുന്നസ്കരിച്ചു പോകുന്നവരാണെങ്കിൽ പ്രശ്നമല്ല. അല്ലാത്തവരാണെങ്കിൽ ഒരിക്കലും പള്ളിയിൽ ജുമഅക്ക് വന്ന 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാതിരിക്കരുത്. ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് വരാൻ ശ്രമിക്കുക. ഇനി അഥവാ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് നിങ്ങൾ കയറി വരുന്നെങ്കിൽ ബാങ്കിന്റെ ഇജാബത്തല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. ബാങ്കിന് നിങ്ങൾ ജവാബ് കൊടുക്കല്ല വേണ്ടത്. നിങ്ങൾ വേഗം കൈയ്യിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. 2-3 ആളുകൾ ഇരുന്നായി ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, അടുത്തൊരു തവണ നിസ്കരിക്കാത്തവരാണെങ്കിൽ അങ്ങനെ ഇരിക്കരുത്. എന്തിനാ പറയണത്? നിങ്ങളുടെ ഇഷ്ടം കൊണ്ടാണ്. ആ 2 റക്അത്ത് സുന്നത്തിന്റെ കൂലിയുടെ പോരട്ടെ. ഇതൊരു ഇബാദത്ത്. ഖുത്ബ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ ഉറങ്ങരുതേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുത്ബ ഇബാദത്താണ്. 2 റക്അത്ത് നമസ്കരിക്കണം. 2 റക്അത്തിന്റെ ഒക്കെ കൂലി ഈ ഖുത്ബകൾക്കെല്ലാം. ഖുത്ബകൾക്ക് അതുകൊണ്ടാണല്ലോ ഖുർആൻ ആയത്ത് ഓതണം. ഫർള ഖുത്ബയുടെ അള്ളാഹിന്റെ ഖുർആനിലെ ആയത്ത് ഓതണം. ആയത്തിന് ഓതിയാ പിന്നെ അങ്ങോട്ട് ഉഷാറാണ്. വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മം വഉമ്യാനാ. അള്ളാഹിന്റെ ഖുർആൻ ആയത്ത് ഇങ്ങനെ ഓതിക്കേൾക്കുമ്പോ കണ്ണ് കാണാത്തവനെ പോലെ, കാത് കേൾക്കാത്തവനെ പോലെ അവൻ ഇരിക്കൂല. അവൻ ഉണർന്നെണീറ്റ് ഗൗരവത്തോടെ ഇരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം നമ്മൾ. ഇതൊക്കെ അമൽ സ്വാലിഹാത്തായി മാറണം. എത്രയെത്ര സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ദിനേന മരിച്ചു പോകുന്നു അല്ലേ? വാൽപ്പാറയുണ്ടായ ദുരന്തം സന്തോഷമല്ലേ? സെക്കൻഡുകൾക്കുള്ളിൽ ദുഃഖത്തിലേക്ക് വഴിമാറിയത്. സന്തോഷം മുറ്റി നിൽക്കുന്ന അന്തരീക്ഷം ദുഃഖത്തിലേക്ക് വഴിമാറുന്നു. ഒരു സെക്കൻഡ് മുമ്പ് പ്രിയപ്പെട്ടവരെ, താൻ ഈ യാത്ര എന്റെ ജീവിതത്തിന്റെ അവസാന യാത്രയായിരുന്നു അറിഞ്ഞിരുന്നുവെങ്കിൽ അവരുടെ വണ്ടി മുന്നോട്ട് പോകുമോ?
ശ്രദ്ധിക്കണേ എന്റെ മുഅ്മിനീങ്ങളെ. എത്രയെത്ര അപകടങ്ങൾ, എത്രയെത്ര മരണങ്ങൾ, എത്രയെത്ര രോഗങ്ങൾ. ആർക്കുമൊന്നും പറയാൻ വയ്യ. നമ്മളാരും ഒന്നിനും കഴിവുള്ളവരല്ല, നിസ്സഹായരാണ് പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ തൗഫീഖുണ്ടോ അൽഹംദുലില്ലാഹ് നമ്മൾ ജീവിക്കും. അവന്റെ തൗഫീഖില്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും ഈ ഭൂമിയിൽ ജീവിക്കുക സാധ്യമല്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയി അർളിൻ തമൂത്ത്. എവിടെ വെച്ച് മരിക്കും അറിയില്ല സുഹൃത്തെ, എങ്ങനെ മരിക്കും അറിയില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു കൂട്ടുകുടുംബങ്ങൾക്കിടയിൽ, മക്കൾക്ക് കുടുംബങ്ങൾക്കിടയിൽ റാഹത്തായി മരിക്കുന്നൊരവസ്ഥയുണ്ടാകാൻ. ഈ റാഹത്തായ മരണം എന്ന് പറഞ്ഞാൽ എന്താ? ചില ആളുകൾ വിചാരിച്ച് പെരയില് കുട്ടികളെയും കുടുംബങ്ങൾ ഇടയിൽ മരിക്കല റാഹത്തെന്ന് വിചാരിക്കണം. ഈമാനോടെ മരിക്കാൻ പറ്റാന്നുള്ളതാണ്. എന്റെ ഏറ്റവും അടുത്തറിയുന്ന ഒരു സഹോദരന്റെ ഒരു ചെറിയ പൈതൽ ഇന്നലെ കിണറിൽ വീണ് മരിച്ചു. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ആ കുട്ടി ഷഹീദിന്റെ ദർജയിലേക്ക് ആ കുട്ടി അള്ളാഹു എത്തിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ്? അതുകൊണ്ട് ഗൗരവത്തോടെ കാര്യങ്ങളെ കണ്ടോളെ. ഇപ്പൊ ഉളിഹിയത്തിന്റെ കാര്യം പറഞ്ഞു. അതിങ്ങനെ കേട്ടപ്പോ നിങ്ങളെ മനസ്സിലുണ്ടാവാം, എന്തായാലും ഞങ്ങൾക്കൊരുന്ന് ഒരെണ്ണത്തെ ഇറക്കാം, എനിക്ക് ചിലപ്പോൾ കൂട്ടിയാൽ കൂടില്ല, ഞാൻ ഒരെണ്ണത്തിൽ ഷെയർ ആകും. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഇങ്ങനെ ചെയ്താൻ പറയും, ആ 15 ഉറുപ്പിക എന്റെ കുട്ടിന്റെ ഫീസാണ് കൊടുത്തൂടെ? ആരാ കൽപ്പിക്ക? നിക്കണോടത്താണ് നിക്കണം. അളക അയക്കൂല നമ്മളെ. ഒരു നന്മയുടെ തീരുമാനം എടുക്കാൻ ശൈത്താൻ അയക്കൂല. അത്ര മാത്രം നമ്മുടെ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദൂ ഫത്തഖിദൂഹു അദൂവാ. ഈ ചങ്ങാതി ഏത് വരെ ഉണ്ടാവുന്നു? നമ്മളെ നരകത്ത് കണ്ട് ഉന്തണത് വരെ ഉണ്ടാവും. അവിടെ എത്തിയിട്ട് നരകത്ത് പോണ സമയത്ത് ആരെയും പഴിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. മഹ്ശറിലെത്തുമ്പോ ഒറ്റായത്തോടെ ഓതി കേൾപ്പിക്കാം. മഹ്ശറിലെത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഫംതാസിൽ യൗമ അയ്യുൽ മുജ്രിമൂൻ, കുറ്റവാളികൾക്ക് മാറിയിരിക്കും പറയും. നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവരാണ് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അലം അഹദിയിലേക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ. പിശാചിന്റെ മാർഗ്ഗേന സഞ്ചരിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അവൻ നിന്റെ പ്രത്യക്ഷ ശത്രുവാണെന്ന് പറഞ്ഞിരുന്നില്ലേ? എന്തേ ചെവിക്കൊള്ളാതിരുന്നത്? അതുകൊണ്ട് ആയത്ത് യാസീൻ സൂറത്തിലെ ആയത്തിന്റെ ബാക്കി എന്താ? ഇസ്ലൗഹൽ യൗമ. കരിഞ്ഞോ കരിഞ്ഞോ കരിഞ്ഞോ. ഞാൻ കരിഞ്ഞോ? കരിയാൻ പാടില്ല, കരിയാതിരിക്കേണ്ടതൊക്കെ നിന്നെ കേൾപ്പിച്ചില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കാര്യബോധമുള്ളവരാണ് നമ്മൾ. കേട്ടു മനസ്സിലാക്കാൻ റഹ്മാനായ ഒരു ബുദ്ധി നൽകിയവരാണ്. ഇതൊക്കെ നമ്മുടെ രക്ഷക്കാണ്. നമ്മളെ കബർക്ക് ഇറക്കുമ്പോ നമ്മളായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ വേറൊരു ആളുകൾ വേഗത്തിൽ ഓഹരി വെക്കും. പിന്നെ നമ്മളവിടെ കെട്ടിപ്പണിയുമ്പോൾ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ നന്മയിലൂടെ മുന്നേറുക, റബ്ബിനോട് അടുക്കുക, ഒന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് ഇസ്തിഗ്ഫാറിനെ തേടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ മനസ്സുകളിലെ നല്ല നല്ല ഉദ്ദേശ്യങ്ങൾ അള്ളാഹു സഫലമാക്കി തരുമാറാകട്ടെ. രോഗത്താൽ വിഷമിക്കുന്നവർ ധാരാളമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഈ സദസ്സിരിക്കുന്ന ഒട്ടനവധി ആളുകൾ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ശിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാറാരോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർ ധാരാളം, അവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം അനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ ഒത്തുചേരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജിനുള്ള സാമ്പത്തിക ശാരീരിക അവസ്ഥ ഒത്തിണങ്ങിയവർക്ക് എത്രയും പെട്ടെന്ന് തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ കർമ്മം കൂടി നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സാമ്പത്തിക ശാരീരിക അവസ്ഥ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹജാത്ത്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.